എല്ലാവർക്കും നമസ്കാരം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന്റെ ആരംഭം കുറിക്കുന്നത് ഈ മുതിരേരിക്കാവിൽ നിന്നാണ്. ഇതാണ് മുതിരേരിക്കാവിലെ വഴി. കോടമഞ്ഞും ചെറിയൊരു തണുപ്പും അതുപോലെ പക്ഷികളുടെ ഉണർത്തുപാട്ടും എല്ലാം കൂടി ചേർന്നതായിരുന്നു മുതിരേരി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര. മുതിരേരി ക്ഷേത്രത്തിലെത്തുമ്പോൾ ക്ഷേത്രം തുറന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞതും ഒരു കുടം വെള്ളവുമായിട്ട് ക്ഷേത്ര പൂജാരി അമ്പലത്തിലേക്ക് എത്തി. നട തുറക്കുന്ന സമയത്ത് തന്നെ നിറവിളക്കിൽ ഭഗവാനെ കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി. പുറത്തെ മഞ്ഞും കിളികളുടെ നാദവും അതുപോലെ കാടിന്റെ ചുറ്റുമുള്ള മരങ്ങളുടെ ആ കാറ്റു വീശുണ്ടാകുന്ന മർമ്മരവും ഭഗവാന് ജലധാരയും പാലഭിഷേകവും ഒക്കെ നടത്തുന്നത് നമ്മൾ മതിയാവോളം കണ്ട് അത് ആത്മസംതൃപ്തിയോടെ കണ്ടതിന് ശേഷം ഇനിയും വരുവാനുള്ള ആ ഒരു അവസരം ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടെയാണ് അവിടെ നിന്നും തിരിച്ചത്. ഇതാണ് മുതിരേരിക്കാവിലേക്കുള്ള റോഡ്. കൊട്ടിയൂരപ്പന്റെ ഈ വാൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് മുതിരേരി ക്ഷേത്രത്തിലാണ്. മുതിരേരി ക്ഷേത്രം വരുന്നത് മാനന്തവാടിയിൽ നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്ററിനടുത്ത് 8.5 to 10 കിലോമീറ്റർ അകലെയുള്ള പോരൂർ എന്നുള്ള തവിഞ്ഞൽ വില്ലേജിലാണ് ഈ മുതിരേരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ഐതിഹ്യങ്ങളിലേക്ക് കടക്കാം. പരമശിവന്റെ ആദ്യ ഭാര്യയായ സതീദേവി യാഗാഗ്നിയിൽ ദേഹം വെടിഞ്ഞതിനെ തുടർന്നുള്ള ആ ഒരു ദിവസം ആ ആദിപരാശക്തിയുടെ പ്രതിരൂപമായിട്ടാണ് ഈ വാളിനെ കണക്കാക്കപ്പെടുന്നത്. നൂറ്റാണ്ട് പഴക്കമുള്ള ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഇന്നും തുടർന്നു പോരുകയാണ്. മുതിരേരിയിലുള്ള ദേവി കൊട്ടിയൂരിലെ പരമശിവന്റെ അടുത്തേക്ക് യാത്രയാവുന്നതായും ഇതിലൂടെ വിശ്വസിക്കുന്നു. മുതിരേരി ക്ഷേത്രത്തിൽ ഈ തിരുവാൾ, ഈ ഭഗവാന്റെ ഈ വാൾ എങ്ങനെ എത്തി എന്നുള്ളത് ആ ഒരു ഐതിഹ്യവും കൂടി പറയാം. ബ്രഹ്മാവിന്റെ മകനായ ദശന്റെ മകളാണ് സതീദേവി. ഈ ദശൻ യാഗം നടത്തുന്ന സമയത്ത് ദശന് സതീദേവിയോട് നല്ല പിണക്കത്തിലായിരുന്നു. പിണക്കത്തിന് കാരണം പരമശിവനെ കല്യാണം കഴിച്ചതായിരുന്നു. പരമശിവനുമായിട്ട് സതീദേവിയുടെ തൻ്റെ മകളുടെ കല്യാണം നടന്നതിൽ നല്ല അതൃപ്തി ഉണ്ടായിരുന്നു ദശന്. അപ്പം ഈ യാഗം നടക്കുന്ന സമയത്ത് സതീദേവിനെ ഈ യാഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. സതീദേവി യാഗശാലയിലെത്തി യാഗം കാണാനിരുന്നു. യാഗം കാണാനിരുന്ന സമയത്ത് ദശൻ സതീദേവിയെ പരിഹസിക്കുകയും ഈ പരിഹാസത്തിൽ വളരെയധികം വിഷമിച്ച സതീദേവി യാഗാഗ്നിയിലേക്ക് ചാടി മരിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഇതറിഞ്ഞ പരമശിവൻ കോപാകുലനായി ദേവനും ദേവതയുമായ വീരഭദ്രനോടും ഭദ്രകാളിയോടും ദശനെ വധിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. ദശനെ വധിച്ചതിന് ശേഷം ആ മഹായാഗം മുടങ്ങിയതിൻ്റെ ആ ഒരു ദോഷഫലം മാറ്റാൻ ബ്രഹ്മാവ് ദശന് തിരിച്ച് മോക്ഷം കൊടുക്കുവാൻ പരമശിവനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ പരമശിവൻ ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥന മാനിച്ചിട്ട് പരമശിവൻ ദശന് മോക്ഷം കൊടുക്കുകയും അങ്ങനെ ദശന്റെ മോക്ഷം കൊടുക്കുന്ന സമയത്ത് ദശന്റെ തല കാണാതെ ആടിന്റെ തല വെച്ചിട്ടാണ് യാഗം മുഴുവനാക്കിയതെന്നും ആ വാളാണ് മുതിരേരിയിൽ പതിച്ചത്. ഈ വാളാണ് പിന്നീട് വൈശാഖ മഹോത്സവത്തിന് എല്ലാ വർഷവും വൈശാഖ മഹോത്സവത്തിന്റെ തുടക്കം കുറിക്കുവാൻ ഈ വാൾ മുതിരേരിയിൽ നിന്നും കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പൂജാതി കർമ്മങ്ങളോടെ പുറപ്പെടുകയും അവിടെ നെയ്യാട്ടത്തിന്റെ ആ ഒരു തുടക്കം കുറിക്കുന്നത് ഈ വാൾ അവിടെ എത്തിച്ചേർന്നതിന് ശേഷമാണ് എന്നാണ് വിശ്വാസം. കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ഈ വാൾ കൊണ്ടുപോകുന്നതിൻ്റെ മുഴുവൻ വിവരണങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഭാഗം ഇതിൻ്റെ അവസാന ഭാഗത്തായിട്ട് മുതിരേരിയിലുള്ള ക്ഷേത്ര പൂജാരി പറയുന്നുണ്ട്. അതുകൂടി കാണുക നിങ്ങൾ. ഇതാണ് ഭഗവാന്റെ വാൾ സൂക്ഷിക്കുന്ന സ്ഥലം, വാളറ. ഇവിടെ നിന്നാണ് ഈ വാൾ എടുത്തിട്ടാണ് പൂജാതി കർമ്മങ്ങളോടെ അത്രയും വിശേഷാൽ പൂജകളോടെ ഈ വാൾ എടുത്തിട്ടാണ് കൊട്ടിയൂരേക്ക് യാത്ര പോകുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ഭാഗമായി മുതിരേരി ക്ഷേത്രത്തിൽ നിന്നുള്ള വാളെഴുന്നള്ളത്ത് ഈ വരുന്ന മെയ് മാസം 21 മുതൽ 29 വരെ ഈ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുകയാണ്. ഇടവത്തിലെ ആയില്യം മുതൽ ഇടവത്തിലെ ചോയ്നാളിലാണ് വാള് പോകുന്നത്. ആയില്യത്തിന് നാഗത്ത് കൊടുപ്പ് ചടങ്ങുകൾ, അതുപോലെ തന്നെ മകന്നാളിൽ ഇവിടുത്തെ താന്ത്രികമായ ചടങ്ങുകൾ, അതിനുശേഷം 3 നേരം അന്നദാനം, കലാപരിപാടികൾ, വിശേഷാൽ പൂജകൾ, ദീപാരാധന എന്നിവയോടുകൂടി പിന്നെ 29-ാം തീയതി ഭക്തജന സഹസ്രങ്ങൾ ഈ
ക്ഷേത്രഭൂമിയിൽ തിങ്ങി നിറയുകയും ഉച്ചയോടുകൂടി വഴിപാടുകൾ സമർപ്പിക്കുകയും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് അന്നദാനം കഴിഞ്ഞ് ഏകദേശം ഒരു 4-4:15 കൊട്ടിയൂർ ക്ഷേത്രം ലക്ഷ്യമാക്കി ഈ ഭഗവാന്റെ വാള് എഴുന്നള്ളത്ത് നടക്കുകയാണ്. പ്രശസ്തമായ ഒരു ചടങ്ങാണ് ഈ കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ മുതിരേരി ക്ഷേത്രത്തിൽ നടക്കുന്നത്. നാടിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തജന സഹസ്രങ്ങൾ അന്നേ ദിവസം ഇവിടെ എത്തിച്ചേരുകയും ഭഗവാനെ വഴിപാടുകൾ സമർപ്പിക്കുകയും അന്നദാനത്തിൽ പങ്കെടുക്കുകയും ആ വാള് പോകുന്നതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. സന്ധ്യയോടുകൂടി ചോദ്യനാളിൽ ദീപാരാധനയുടെ സമയത്ത് 6:45-7 മണിയോടുകൂടി ഈ ഉടവാൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തുകയും ആടെ ചോദ്യവിളക്ക് തെളിയുകയും ആ ചോദ്യവിളക്ക് 28 ദിവസം അണയാതെ അക്കരെ ക്ഷേത്രത്തിൽ ജ്വലിക്കുകയും ചെയ്യുന്നു. ആ ദിവ്യമായ ആ ഒരു മുഹൂർത്തത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ വാള് പോയതിനു ശേഷം ഇവിടെ ഈ ക്ഷേത്രം മുള്ളു വെച്ചടക്കുകയും പിന്നെ ക്ഷേത്രത്തിൽ യാതൊരു പൂജാതി കർമ്മങ്ങളൊന്നും നടക്കുന്നില്ല. ഭഗവാൻ ക്ഷേത്രത്തിൽ കൊട്ടിയൂരേക്ക് ഭഗവാൻ ആടെ ഉത്സവത്തിൽ പങ്കെടുക്കാനായി പോകുന്ന ചടങ്ങ്. അതുപോലെ മിഥുനത്തിൽ ഇടവും കഴിഞ്ഞ് മിഥുനത്തിലെ ചിത്രക്കാണ് അവിടെ കലശാട്ട്. ഇടവത്തിൽ ചോദ്യനാളിന് വാള് പോവുകയും മിഥുനത്തിൽ ചിത്രക്ക് കലശാട്ട് നടക്കുകയും ചിത്ര കഴിഞ്ഞ് ചോതിക്ക് ഇവിടെ ഒന്നുമില്ല. വിശാഖം നാൾ മുതൽ ഇവിടെ ഭഗവാന് വീണ്ടും പൂജ ആരംഭിക്കുകയും ചെയ്യുന്നു. ഏകദേശം കാൽനടയായി യാത്ര ചെയ്ത് ഏകദേശം 24-25 കിലോമീറ്റർ എന്നുവെച്ചാൽ കുറച്ച് മെയിൻ റോഡ്, കുറച്ച് എസ്റ്റേറ്റ്, കുറച്ച് പിന്നെ അങ്ങനെ ഊടുവഴികൾ കൂടെ ആ കൊട്ടിയൂർ ലക്ഷ്യമാക്കിയിട്ട് 24-25 കിലോമീറ്റർ ഏകനായിട്ടാണ് പോകുന്നത്. ഏകദേശം 25 കിലോമീറ്ററോളം കാൽനടയായിട്ട് യാത്രയാണ്. അതുപോലെ തന്നെ നിന്നിട്ടും അതുപോലെ തന്നെ പരമാവധി സ്പീഡോടുകൂടി എന്നാലും ആ ഭഗവാന്റെ ആ ഉടവാൾ 6:45 ദീപാരാധന സമയത്തോടുകൂടി ആ കൊട്ടിയൂരിൽ അവിടെ എത്തിച്ചേരുന്നു. ആ എത്തിച്ചേരുന്ന സമയത്താണ് അവിടെ ചോദ്യവിളക്ക് തെളിയുന്നു. ആ ചോദ്യവിളക്ക് അണയാതെ 28 ദിവസം അവിടെ കാത്തു സൂക്ഷിക്കാൻ അതിനുള്ള ഈ ക്ഷേത്രൈതിഹ്യങ്ങൾ എല്ലാവരിലേക്കും എത്തുവാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓം നമഃ ശിവായ.